ഹലോ ഫ്രണ്ട്സ്, നമ്മൾ വീണ്ടും വന്നിരിക്കുന്നതാണ് പുതിയൊരു വീഡിയോ ആയിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു RC ഹമ്മർ കാറിൻ്റെ അൺബോക്സിംഗ് ആയിട്ടാണ്. ഇതാണ് നമ്മുടെ കാറ്. ഇവിടെ എഴുതിയിട്ടുണ്ട് ഡിമോളിഷർ, RC മോൺസറത്ത്, RC റബ്ബർ, ഫൈൻ ട്യൂണിങ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇവിടെ നമ്മുടെ കാറ് ട്രാൻസ്പെറൻ്റ് ഉള്ള ഷീറ്റിലൂടെ നമുക്ക് ഇവിടെ നിന്ന് കാണാം. കാറ് ഇത് 1.16 സ്കെയിൽ മോഡലാണ്. ഇതിൻ്റെ എല്ലാ സ്ഥലവും തിരിയാൻ പറ്റുമെന്നൊക്കെയാണ് അത് പറയുന്നത്. നമുക്കിത് പൊട്ടിച്ച് നോക്കുമ്പോൾ അറിയാം. പിന്നെ ഇവിടെയാണ് ബോക്സിൽ പ്രത്യേകിച്ച് വേറൊന്നുമില്ല. ഇവിടെ നമ്മൾ 2 ടൈപ്പ് കാറുണ്ട്. ഒരു പട്ടാളത്തിൻ്റെ ഒരു ഇതിൽ വേറെ ഒരു കളറും പിന്നെ ഒരു യെല്ലോയും. പിന്നെ ഇവിടെ റിമോട്ടിൻ്റെ ഫോട്ടോയും ഡെമോളിഷർ RC ട്രക്കെന്ന് ഒക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ വേറൊന്നുമില്ല. നമുക്ക് ഇത് പൊട്ടിക്കാം ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മളത് പൊട്ടിച്ചിട്ടുണ്ട്. തുറക്കാം ഗൈസ്. നമ്മളത് തുറന്നിട്ടുണ്ട് ഗൈസ്. നമുക്ക് പതുക്കെ നമുക്കിത് പുറത്തോട്ട് എടുക്കാം ഗൈസ്. ഇപ്പോൾ ഗൈസ് നമ്മൾ സാധനം പുറത്തോട്ട് എടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് നമ്മുടെ കാറ് കാണാം. പിന്നെ ഇവിടെ നമ്മുടെ റിമോട്ട് ഇവിടെ സ്ക്രൂ ചെയ്ത് വെച്ചേക്കണം. ഇതാണ് നമ്മളെ റിമോട്ട്. കാറ് കാണാൻ നല്ല രസമുണ്ട് ഗൈസ്. ടയറൊക്കെ ഇപ്പോൾ തന്നെ ക്വാളിറ്റിയാണെന്ന് നമുക്ക് കാണുമ്പോൾ അറിയാൻ പറ്റുന്നുണ്ട്. നമുക്ക് ആദ്യം ഇപ്പോൾ സാധനങ്ങളൊക്കെ പുറത്തോട്ട് എടുക്കാം ഗൈസ്. നമ്മളാദ്യം ഇത് പുറത്തോട്ട് എടുത്തിട്ടുണ്ട് ഗൈസ്. പിന്നെ നമുക്ക് ഇതിൽ ഒരു ബാറ്ററി കാണാൻ പറ്റുന്നുണ്ട് ഇതിനകത്ത്. പിന്നെ നമുക്ക് ഇതിൻ്റെ അടിയിൽ ഇതിൻ്റെ ചാർജർ ഇതാണ്, ഇത് നമുക്ക് എടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ലാസ്റ്റ് റിമോട്ടും കൂടെ എടുക്കാം. ഇവിടെ സ്ക്രൂ ഉണ്ട്, നമുക്ക് സ്ക്രൂ അയച്ച് എടുക്കാം. സ്ക്രൂ അയച്ചെടുക്കാം ഗൈസ്. അപ്പോൾ നമ്മളത് വെളിയെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മളിത് വെളിയെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് ഇതിൻ്റെ ബാറ്ററി ഒക്കെ ഇടാം. പക്ഷേ അതിന് മുമ്പേ നമുക്ക് ഇതിൻ്റെ ടയറൊക്കെ എങ്ങനെ ഉണ്ട്. അതായത് ഇവിടെ ഒരു സ്ക്രൂ ഒക്കെ കുടിയിരിക്കുന്ന ഗൈസ്, ഒന്ന് വെളിയെ എടുക്കട്ടെ. നമുക്കെല്ലാം വെളിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കാറിൻ്റെ അടിയിൽ ഇവിടെ മറ്റേ ട്യൂണിങ് സിസ്റ്റം കാണുന്നുണ്ട്. ഇവിടെ നമ്മുടെ കമ്പാർട്ട്മെൻ്റ് ഉണ്ട്, ബാറ്ററി കമ്പാർട്ട്മെൻറ്റ്. ഇവിടെ ഓൺ ഓഫ് സ്വിച്ച് ഉണ്ട്. പിന്നെ ടയറുണ്ട്. ബാക്കിൽ നമുക്കൊരു സ്റ്റെപ്പിന് പോലത്തെ ഒരു ഇത് വരുന്നുണ്ട്. ഇതിനകത്ത് ഒന്നും കാണത്തില്ലെന്ന് തോന്നുന്നു ഗൈസ്. പിന്നെ നമ്മുടെ ഹമ്മറിൻ്റെ ലുക്ക് അങ്ങനെ ഉണ്ട്, സെറ്റല്ലേ. പിന്നെ റിമോട്ടാണ് വരുന്നത്. റിമോട്ടും അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള റിമോട്ടാണ്. 2 AA ബാറ്ററി ഉണ്ട് അതിൻ്റെ അത്. നമുക്കിതിനകത്ത് ബാറ്ററി ഇടാം ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ ഇതിൻ്റെ സ്ക്രൂ ഊരിയിട്ടുണ്ട്. നമുക്ക് ഇതിനകത്ത് ഇനി ബാറ്ററി ഇടാം. അത് റിമോട്ടിനകത്ത് ഇടാം. റിമോട്ടിനകത്ത് 2 AA ബാറ്ററിയാണ് ഇടുന്നത്. നമ്മൾ 2 AA ബാറ്ററി ഇട്ടിട്ടുണ്ട്. നമുക്കിത് അടച്ചു വെക്കാം. നമ്മളിത് അടച്ചു വെക്കുന്നുണ്ട് ഗൈസ്. സ്ക്രൂ ഉണ്ട്, നമ്മൾ അടയ്ക്കുന്നുണ്ട് ഗൈസ്. ഇനി നമുക്ക് ഇതിനകത്ത് ട്രക്കിനകത്ത് ബാറ്ററി ഇടാം ഗൈസ്. അപ്പം നമുക്കിനി ഇത് കാറിനകത്ത് ഇടാം. നമുക്കിത് തുറക്കാം ഗൈസ്. തുറക്കാൻ നല്ല പാടാണ്. നമ്മൾ തുറന്നിട്ടുണ്ട് ഗൈസ്. നമുക്ക് ഈ ബാറ്ററിയുടെ ഡീറ്റെയിൽസ് പറഞ്ഞല്ലോ. ബാറ്ററി ഇതാണ്, മോഡൽ നമ്പർ. നമ്മുടെ അത്യാവശ്യം നല്ല ബാറ്ററിയാണ് ഗൈസ്. ഈ ബാറ്ററി നമുക്കിടാം ഇതിനകത്ത്. നമ്മളിതിങ്ങനെ പുഷ് ചെയ്തിടുന്ന ബാറ്ററിയാണ് ഗൈസ്. ഇതിങ്ങനെ ഫിക്സ് ആക്കാം. നമ്മളത് ഫിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഇത് കറക്റ്റായിട്ട് നമുക്കിങ്ങനെ
അത് നമുക്ക് കറക്റ്റായിട്ട് അങ്ങ് അടച്ചു വെക്കാം ഗൈസ്. 3.7 വോൾട്ടിൻ്റെ ബാറ്ററി എന്തോ ആണ് ഇന്നത് വരുന്നത്. ബാറ്ററിക്കകത്ത് എഴുതിയിട്ടില്ല, ഇവിടെ ജീപ്പിൻ്റെ കവറിനകത്ത് എഴുതിയിട്ടുണ്ടാണെന്ന് തോന്നുന്നു ഗൈസ്. നമുക്ക് ഇതൊന്ന് സ്ക്രൂ ചെയ്ത് ടൈറ്റ് ആക്കാം ഗൈസ്. അപ്പോൾ നമ്മൾ ഇത് സ്ക്രൂ ടൈറ്റ് ആക്കിയിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് ഇത് റിമോട്ട് ഓൺ ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ലൈറ്റ് ഇവിടെ കത്തുന്നുണ്ട്, അതിനർത്ഥം ഇത് ഓണായെന്നാണ്. അപ്പം നമ്മൾ ഇതിനകത്ത് ബാറ്ററി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഓണാക്കാം. നമ്മൾ അത് ഓണാക്കിയിട്ടുണ്ട്. ഇതാണ് എൻ്റെ റിമോട്ട്. നമുക്കിതിന് എന്തൊരു സ്പീഡ് ഉണ്ടോയെന്നൊന്ന് നോക്കാം. റിമോട്ടിനകത്ത് ഈ ബട്ടൺ ഞെക്കുമ്പോഴാണ് ഇത് 4 വീൽ ഡ്രൈവ് അല്ല, ഫ്രണ്ട് വീൽ, ബാക്ക് വീൽ ഡ്രൈവ്, ഒരു ടു വീൽ ഡ്രൈവ് മാത്രമാണ്. ഉണ്ടോ, നല്ല സ്പീഡുണ്ട് കണ്ടോ, അത് അനങ്ങി വരുന്നുണ്ട്, അത്ര സ്പീഡുണ്ട്. കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. നല്ല സ്പീഡുണ്ട്. പിന്നെ ഇത് നല്ല തിരിയുന്നുണ്ട്, നല്ല പവറിലാണ് തിരിയുന്നത്. പിന്നെ നമ്മൾ ഇപ്പോൾ കണ്ട കാര്യം, വേറെ ഇവിടെ ഫ്രണ്ടിലൊരു ലൈറ്റ് ഉണ്ട് ഉണ്ടോ. ഇനി നമുക്കിത് വെളിയിൽ കൊണ്ടുപോയി ഓടിച്ച് ടെസ്റ്റ് ചെയ്യാം.